സെപ്റ്റംബർ 14 UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡെമോഗ്രാഫിക് ചേഞ്ചസ്, ജാർഖണ്ഡിലുള്ള ഡെമോഗ്രാഫിക് ചേഞ്ചസുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ആക്ച്വലി സെൻട്രൽ ഗവൺമെന്റിൽ നിന്നുള്ള ഒരു വാർത്ത വരുവാണ്, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ വരുവാണ്. അതായത് ഈ ഒരു ജാർഖണ്ഡിന്റെ സാന്താൾ പ്രാഗണയിലേക്ക്, അല്ലെങ്കിൽ സാന്താൾ വിഭാഗം ആൾക്കാരുള്ള ST കമ്മ്യൂണിറ്റീസ് ഉള്ള ഭാഗത്തേക്ക് ഒരുപാട് ഇൻഫിൽട്രേഷൻ നടക്കുന്നുണ്ടെന്നും ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് കൂടിയാണ് നടക്കുന്നത് എന്നുള്ള രീതിയിലാണ് സെൻട്രൽ ഗവൺമെന്റ് അക്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന് മറുപടിയായിട്ട് കോടതിയിലാണ് ഈ ഒരു മറുപടി സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പൊ ആക്ച്വലി എന്താണ് ഈ ഒരു വിഷയം? അപ്പൊ ഇത് ഈ ഒരു ഹൈക്കോർട്ടിൽ, നമുക്ക് ജാർഖണ്ഡ് ഹൈക്കോർട്ടിൽ ഈ ഒരു വിഷയം വന്നപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ജാർഖണ്ഡിൽ ഡെമോഗ്രാഫിക് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്, അതായത് ജനസംഖ്യയുടെ പാറ്റേണിൽ മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് ഡെമോഗ്രാഫിക് ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്. അവിടുത്തെ സാന്താൾ വിഭാഗം താമസിക്കുന്ന, അല്ലെങ്കിൽ സാന്താൾ വിഭാഗമൊക്കെയുള്ള സാന്താൾ പർഗണ പ്രദേശത്താണ് ഈ ഒരു വിഷയം പറയുന്നതായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു റീജിയനിൽ അപ്പൊ എന്താണ് സെൻട്രൽ ഗവൺമെന്റ് പറയുന്നതെന്ന് നോക്കാം. സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത് വെച്ചാൽ ഈ ഒരു സാന്താൾ പർഗണ റീജിയനിലേക്ക് പ്രധാനമായിട്ടും അവിടെ ഈ ഒരു സാഹിബ് ഗഞ്ച് അതുപോലെ പക്കൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് പ്രധാനമായിട്ടും ST കമ്മ്യൂണിറ്റി, ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മ്യൂണിറ്റീസ് ഉള്ള സ്ഥലമാണ്. അവിടത്തേക്ക് ഒരുപാട് ഇൻഫിൽട്രേഷൻ വരുന്നുണ്ട്. എവിടെ നിന്നാണ് ഇൻഫിൽട്രേഷൻ വരുന്നത്? ബംഗ്ലാദേശിൽ നിന്നും മറ്റുമൊക്കെയുള്ള ഇൻഫിൽട്രേഷൻ ആണ്. ഈ ഒരു ഇൻഫിൽട്രേഷനെ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് കാര്യമായിട്ട് തടയുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് കൂടിയാണ് ഇത്തരത്തിലുള്ള ഇൻഫിൽട്രേഷൻ വരുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടും ആ ഒരു ഇൻഫിൽട്രേഷൻ അവിടുത്തെ ഡെമോഗ്രാഫിക് പാറ്റേണിനെ ചേഞ്ച് ആക്കുന്നുണ്ട്. ട്രൈബൽസിന്റെ ഭൂമി മറ്റുള്ള വിഭാഗം ആൾക്കാർ തട്ടിയെടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതിന് സപ്പോർട്ടീവായിട്ട് സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത് അവിടുത്തെ ST പോപ്പുലേഷന്റെ അളവില് ഉള്ള കുറവാണ്. അതായത് പോപ്പുലേഷൻ ഡാറ്റ പ്രകാരം ST പോപ്പുലേഷന്റെ അളവ് ജാർഖണ്ഡിൽ കുറയുകയാണ്. അതേസമയത്ത് മറ്റ് റിലീജിയനിലെ പോപ്പുലേഷൻസ് വർദ്ധിച്ചു വരികയാണ് എന്നുള്ളതാണ്. ഇത് ആക്ച്വലി ഈ ഒരു വാദം സെൻട്രൽ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് വരാൻ കാരണം എന്ന് വെച്ചാൽ ഒരു BJP പ്രവർത്തകൻ, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകൻ, അദ്ദേഹം ഒരു ഇൻലീഗൽ ഇൻഫിൽട്രേറ്ററുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അതായത് ഇല്ലീഗൽ ആയിട്ടുള്ള ഇൻഫിൽട്രേറ്റേഴ്സ് ബംഗ്ലാദേശിൽ നിന്നും വന്നിട്ട് ജാർഖണ്ഡിൽ താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെറ്റീഷൻ, ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ആൾക്കാർ അവർ ST ഫാമിലീസിലെ കല്യാണം കഴിക്കുകയും അതിനുശേഷം അവിടെ മാരേജിന് ശേഷം അവിടുത്തെ ലാൻഡ് അക്വയർ ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതുവഴി ST പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യുകയാണ് ഇൻഫിൽട്രേഷൻ വഴി. ഇതിനെതിരെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ കൃത്യമായിട്ടുള്ള സ്റ്റെപ്പ് എടുക്കുന്നില്ല എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ വാദം ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ, അതായത് ഔട്ട്വേർഡ് മൈഗ്രേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ലോ ബർത്ത് റേറ്റ് ഉണ്ട്. അതായത് ജാർഖണ്ഡിൽ നിന്നും ഒരുപാട് ആൾക്കാർ പുറത്തേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ജാർഖണ്ഡിൽ ബർത്ത് റേറ്റ് വളരെ കുറവാണ്. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർഷൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ST പോപ്പുലേഷന്റെ അളവ് കുറയുന്നതിന് കാരണമാകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സെന്റർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ലാൻഡ് ട്രാൻസ്ഫർ, ഈ ഒരു ട്രൈബൽ വിഭാഗത്തിൽ നിന്നും പലതരത്തിലുള്ള ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ട് നോൺ ട്രൈബൽ ആൾക്കാർ, ട്രൈബൽ വിഭാഗത്തിലുള്ള ആൾക്കാരിൽ നിന്നും ലാൻഡ് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നും സെൻട്രൽ ഗവൺമെന്റ് പറയുന്നുണ്ട്. അപ്പൊ സെൻട്രൽ പറയുന്നുണ്ട്, അതായത് ഒരു കൃത്യമായിട്ടുള്ള എവിഡൻസ് ഒന്നും ഇല്ല ഈ ബംഗ്ലാദേശിൽ നിന്ന് ഇമിഗ്രൻസ് വന്നിട്ടാണ് ലാൻഡ് റിലേറ്റഡ് കേസുകളിൽ എടുക്കുന്നത് എന്നുള്ളത്. പക്ഷെ ജാർഖണ്ഡ് ഹൈക്കോർട്ട് ഈ ഒരു വിഷയത്തെ വിശദമായി പരിശോധിക്കുകയും ഇതിന് ഒരു ഫാക്ട്, വിശദാംശങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവിടുത്തെ BJP ആൾക്കാർ അവിടുത്തെ ഡെമോഗ്രാഫിക് ചേഞ്ചസിനെ ബംഗ്ലാദേശിന് ഇൻഫിൽട്രേഷൻ ആയിരിക്കും, അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്ത കുറവായിട്ടൊക്കെയാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോ ഈ ഒരു വാർത്ത വന്നപ്പോൾ ജാർഖണ്ഡ് മുക്തി മോർച്ച സെൻട്രലിന്റെ വാദങ്ങളെ തള്ളിക്കളയുകയും ഹോം മിനിസ്റ്റർ റിസിഗ്നേഷൻ ചെയ്യണം, അതായത് രാജിവെക്കണം എന്നുള്ള ഒരു ആവശ്യമൊക്കെ വന്നത് അതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിഷയത്തിലേക്ക് മാറുന്നുണ്ട് എന്ന് ഓർത്തുക. അപ്പൊ ആക്ച്വലി വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമോഗ്രാഫിക് ചേഞ്ചുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഒരു സ്റ്റേറ്റിന്റെ അകത്ത് ഇൻഫിൽട്രേഷൻ ഒക്കെ നടക്കുന്നത് സ്വാഭാവികമാണ്. അത്തരത്തിലുള്ള ആഭ്യന്തര ഇഷ്യൂസ് പ്രത്യേകിച്ചും ആസാമിലൊക്കെ മുന്നേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജാർഖണ്ഡിൽ ഇവിടെ അത്തരത്തിലുള്ള ഒരു ഇഷ്യൂ ആണ് റൈസ് ചെയ്യപ്പെടുന്നത് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഈ ഒരു ജാർഖണ്ഡിൽ ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളതും ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു സെന്റർ ഇതിനെ സപ്പോർട്ടീവ് ആയിട്ട് ഒരു സെൻസസ് ഡാറ്റ വെച്ചിട്ടൊക്കെയാണ് ഇവരുടെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ളത്. അതേപോലെ തന്നെ സെന്റർ പറയുന്നത് വെച്ചാൽ ഈ ഒരു റിലീജിയസ് കോമ്പോസിഷൻ ഓഫ് ദി റീജിയനിൽ, അതായത് മറ്റ് റീജിയനിൽ
ക്രിസ്ത്യൻ മുസ്ലിം പോപ്പുലേഷന്റെ അളവ് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സെന്ററിന്റെ കാൽക്കുലേഷൻ പ്രകാരം ഈ ഒരു പോപ്പുലേഷൻ ചേഞ്ചസ് അല്ലെങ്കിൽ റിലീജിയന്റെ ചേഞ്ചസ് ഉണ്ടായത് മറ്റു കാരണങ്ങൾ കൂടി ഉണ്ടാവാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് എസ്ടീസ് കല്യാണം കഴിച്ച് മാറുന്നു അല്ലെങ്കിൽ ഇൻഫിൽട്രേഷൻ കൊണ്ട് മാറുന്നു എന്നുള്ള രീതിയിൽ മാത്രം പറയില്ല. അതുപോലെ തന്നെ ജാർഖണ്ഡിൽ ഒരു രീതിയുണ്ട്. അവിടെ ഈ ഒരു ST എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെട്ടുന്ന ആൾക്കാരാണെങ്കിലും അവര് ട്രൈബൽ കാറ്റഗറിയിലെ ആൾക്കാരാണെങ്കിലും അവർ മൾട്ടിപ്പിൾ റിലീജിയൻസ് ഫോളോ ചെയ്യുന്ന രീതിയുണ്ട്. ഓരോ ആളുടെയും റിലീജിയസ് പ്രിഫറൻസും ചേഞ്ച് ചെയ്യുന്ന രീതിയുണ്ട്. സോ ഈ ഒരു ഡാറ്റാസ് വെച്ചിട്ട് നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല എന്നുള്ളതും കൂടി സെൻട്രൽ ഗവൺമെന്റ് പറയുന്നുണ്ട്. പക്ഷെ ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ വീഴ്ചയാണ്, അതുപോലെ സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൊളിറ്റിക്കലൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ബ്രീഫ്ലി എന്താണ് വിഷയം, എന്താണ് ഈ ഡെമോഗ്രാഫിക് ചേഞ്ചുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ട്രൈബൽസ് നേരിടുന്ന ഒരു ഇഷ്യൂ ഒന്നാണ് ലാൻഡ് ഏലിയനേഷൻ എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അടുത്തത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ റീറ്റെയിൽ ഇൻഫ്ലേഷൻ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പൊ നമുക്ക് നോക്കാം, അതിന്റെ എഡിറ്റോറിയൽ ആണ്. സെയിം കാര്യങ്ങൾ തന്നെയാണ്, നമുക്ക് ബ്രീഫ് ആയിട്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പൊ ഓവറോൾ ഇൻഫ്ലേഷൻ, റീറ്റെയിൽ ഇൻഫ്ലേഷൻ, ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഓവറോൾ എക്കണോമിയുടെ ഇൻഫ്ലേഷൻ ആണ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ റീറ്റെയിൽ മാർക്കറ്റിൽ നമ്മൾ CPI വെച്ച് മെൻഷൻ ചെയ്യും. ഹെഡ്ലൈൻ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ആഗസ്റ്റിൽ ജൂലൈനെ കമ്പയർ ചെയ്യുമ്പോൾ സ്ലൈറ്റ് ഇൻക്രീസ് ഉണ്ടെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെജിറ്റബിൾ പ്രൈസസിൽ കാര്യമായിട്ടുള്ള വർധനമുണ്ട്. ഇതാണ് ഫുഡ് ഇൻഫ്ലേഷൻ റേറ്റിന് കാരണമായത്. അത് ഓവറോൾ ഇൻഫ്ലേഷന് കാരണമായി എന്നാണ് പറയുന്നത്. ഇതിന്റെ ഇമ്പാക്ട് റൂറൽ ഏരിയയിലാണ് കൂടുതൽ. ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ റൂറൽ ഏരിയയിൽ റീബൗണ്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും അവിടുത്തെ എക്കണോമിക് ഗ്രോത്തിനെയും അതുപോലെ തന്നെ അവിടുത്തെ കൺസംഷനൊക്കെ ഇത് അഫക്ട് ചെയ്യുന്നുണ്ട് എന്നും എഡിറ്റോറിയൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് നമ്മൾ കോർ ഇൻഫ്ലേഷൻ നോക്കുവാണ്, എന്താണ് ഈ കോർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫ്ലേഷനിൽ പ്രധാനപ്പെട്ട വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള രണ്ട് കോമ്പോണന്റ് ആണ്. ഒന്ന് ഫുഡ് ഐറ്റംസും രണ്ടാമത്തത് ഫ്യൂവലും. ഈ രണ്ട് കാര്യങ്ങളെയും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻഫ്ലേഷനെയാണ് കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ എക്കണോമിയുടെ ഒരു ഇൻഡിക്കേഷൻ എന്നുള്ള രീതിയിൽ ഈ ഒരു കോർ ഇൻഫ്ലേഷൻ നോക്കാം, അത് സ്ലൈറ്റ്ലി റൈസ് ചെയ്യുന്നത് തന്നെയായിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ഈ ഒരു എക്കണോമിയിൽ നമുക്ക് ആ ഒരു മൺസൂൺ സീസണിൽ ഉണ്ടായിട്ടുള്ള വാരിയേഷൻ കാരണമുള്ള ഒരു വോളറ്റിലിറ്റി, ഒരു ചേഞ്ചസ് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത് ആക്ച്വലി കുറച്ചുകൂടി പ്രൈസ് സ്റ്റെബിലിറ്റിയെ ചാലഞ്ച് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ RBI ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് മോണിറ്ററി പോളിസിയോടുകൂടി. റിപ്പോ റേറ്റ് ഒക്കെ ഏറ്റവും ഉയർന്ന നിരക്കിലാണുള്ളത്. ഇത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കുറച്ചിട്ടൊന്നുമില്ല. അപ്പോൾ RBI ചെറിയ ചാലഞ്ചസ് നേരിടുന്നുണ്ട്. ഈ ഒരു മീഡിയം ടേം ഇൻഫ്ലേഷൻ 4% ടാർഗറ്റ് ചെയ്യാൻ എന്നുകൂടി ഓർക്കുക. അപ്പൊ ആക്ച്വലി ഈ ഒരു എക്കണോമിക് മൊമെന്റത്തെ ബാധിക്കാത്ത രീതിയിൽ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ RBIയുടെ ഭാഗത്തുനിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നുകൂടിയാണ് ഓതർ എഡിറ്റോറിയൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഇൻഫ്ലേഷന്റെ ചേഞ്ചസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഫ്ലേഷനെ RBI കൺട്രോൾ ചെയ്യുന്നുണ്ട്, വിത്തിൻ ലിമിറ്റിലേക്ക് ഏകദേശം എത്തിച്ചതായിട്ടും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അടുത്തത് നമ്മളുടെ ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട, നമ്മൾ എപ്പോഴും ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ ഒരു പ്രെഡിക്ഷൻസ് ശരിയാവുന്നില്ല എന്നുള്ളതാണ്. അടുത്ത 3 ദിവസം നല്ല ശക്തമായ മഴ പെയ്യുമെന്ന് പറയുമ്പോൾ അടുത്ത 3 ദിവസം കാര്യമായിട്ട് മഴയൊന്നും ഉണ്ടാവില്ല. അടുത്ത 3 ദിവസം നല്ല കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല ശക്തമായ മഴയായിരിക്കും. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയെ പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളത്, പ്രത്യേകിച്ചും ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വന്നു, അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലൈമറ്റ് മോഡലുകൾ സഫീഷ്യന്റ് അല്ല എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇവിടെ യൂണിയൻ ക്യാബിനറ്റ് ഒരു മിഷൻ മൗസം എന്ന് പറയുന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട് 2000 കോടി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു കാലാവസ്ഥയെ പ്രവചിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കാലാവസ്ഥയെ ഫോക്കാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഓർഗനൈസേഷൻസിന്റെ അപ്ഗ്രഡേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു വെതർ മൗസം എന്ന് പറയുന്ന പ്രോഗ്രാമിൽ 2000 കോടി അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് വെതർ മൗസം, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.